വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ധാരാളം കോളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചില അഭിപ്രായങ്ങൾ ചിലർ പറയുകയുണ്ടായി. വിദേശത്ത് മാത്രമല്ല, നമുക്ക് ഇന്ത്യക്കകത്തും ചില ആൾക്കാർക്ക് ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞത്. കാരണം വിദേശത്തൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു വെറ്റില, അതുപോലെ നമ്മളെ കൂവളം എന്ന് പറഞ്ഞ 5 സാധനം കൊണ്ട് നമ്മളൊരു ധനാകർഷണത്തിന്റെ ഒരു കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് പലർക്കും ചെയ്തു നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആ സാധനങ്ങളൊന്നും ആ വസ്തുക്കൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കമന്റിലൂടെയും വാട്സപ്പിലൂടെയും അതുപോലെ നേരിട്ട് വിളിച്ചും അവരുടെ അഭിപ്രായം അറിയിക്കുകയുണ്ടായി. കാരണം അവരുടെ അഭിപ്രായം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾക്ക് ഈ സാധനം ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു, പക്ഷെ കിട്ടാൻ ഒരു വഴിയില്ല. പ്രത്യേകിച്ച് പൂവളും വെറ്റിലയും, ബാക്കിയെല്ലാം ഒരുവിധം കിട്ടുമായിരിക്കാം. പൂവളും വെറ്റിലയും അങ്ങനെ എല്ലായിടത്തും കിട്ടാൻ വഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് ഇത് കൂടുതൽ കിട്ടാറ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ വിദേശത്ത് പറയാനില്ലല്ലോ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഒരു നിരന്തരമായ ഒരു അഭിപ്രായം അവരെ മാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വളരെ ലളിതമായിട്ട് നമുക്കാർക്കും, അതായത് എവിടെ ഇരുന്നു കൊണ്ടും ആർക്കും ഇത് പ്രയോഗിച്ച് നോക്കാം. ഇതും ഒരു ധനാകർഷണത്തിനുള്ള ഒരു അക്കങ്ങളാണ്. നിങ്ങൾക്കറിയാം, ചില അക്കങ്ങൾ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പല തലത്തിലുള്ള കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അത് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും, അഥവാ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഇങ്ങനെയുള്ള ചില അക്കങ്ങൾ കൊണ്ട് പലതും പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേര് അക്കപടം, അക്കവടം, അക്കങ്ങൾ കൊണ്ട് അക്കങ്ങളുടെ ചതുരം, കള്ളികൾ എന്നൊക്കെ പല നാടുകളിലും പല പേരുകളിൽ വിശേഷിപ്പിക്കാറുള്ള അക്കപടമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ധനം ആകർഷിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതിനുള്ളത്. ഇത് അതിന് മാത്രമേ കഴിയുകയുള്ളൂ, വേറെ ഒന്നിനും കഴിയില്ല. കാരണം ഈ അക്കവടം കൊണ്ട് തന്നെ പല ആൾക്കാരും പലതരത്തിലുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള അക്കവടങ്ങളുണ്ട്. കാരണം നമുക്ക് അക്കവടം കൊണ്ട് തന്നെ പല ദുർമാന്ത്രിക ക്രിയകൾ പോലും ചെയ്യാൻ കഴിയും. കാരണം വളരെ നെഗറ്റീവ് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഈ അക്കവടങ്ങൾക്ക് കഴിയും. കാരണം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഈ അക്കവടം ഉപയോഗിച്ചുകൊണ്ട് ഒരു കയറില്ലാതെ കെട്ടിയിടുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത്ര പവർഫുള്ളായ ഒരു രീതിയാണ് അക്കവടങ്ങൾ. അക്കവടങ്ങളിൽ ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില അക്കങ്ങൾ നമ്മൾ വിന്യസിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല. അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു രീതിയൊന്നല്ല. സാധാരണക്കാർക്ക് അതിന്റെ ആവശ്യമില്ല. തിന്മ ചെയ്യാനും കഴിയും, അതുപോലെ തിന്മ ചെയ്യാനും കഴിയും. മാന്ത്രിക പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്, നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത്തരം അറിവുകൾ അമൂല്യമായ അറിവുകളാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇന്നും ഈ അറിവുകളുള്ളൂ. ഇതെങ്ങനെ വിന്യസിപ്പിക്കേണ്ടതെന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം അക്കവടങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വിദ്യകളും ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത് വെച്ചിട്ട് പലതും നേടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അക്കവടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ അക്കവടം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ക്യാമറയുടെ. ഇതില് ഒരു കോളം ഇട്ടിട്ട് ആ കോളത്തിൽ നടുക്ക് 2 വര, തുല്യ അളവിൽ 2 വര വരച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ. പിന്നെ മേലെ അത് കഴിഞ്ഞ തിരിച്ച് 2 ചെറിയ വരകൾ, അതുപോലെ തന്നെ അടിയിൽ ഒരു വര ചെറുത്, മേലെ 2 വര, അടിയിൽ ഒരു വര. അപ്പോ അടിയിൽ 3 കള്ളികളാവും, മേലെ 6 കള്ളികളാവും. പിന്നീട് ഈ നടുക്കുള്ള വലിയ കള്ളിയിൽ ഈ കള്ളിയിൽ കീഴ്പോട്ടും തീരെ വിലങ്ങനായിട്ടും ഓരോ വരകൾ.
അപ്പൊ 4 കള്ളികൾ ഇവിടെ അങ്ങനെ വരും. അപ്പൊ അതിനകത്ത് നമ്മൾ എഴുതേണ്ടത് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. അടിഭാഗത്ത് 2 എന്നുള്ള അക്ഷരമാണ് എഴുതേണ്ടത്, 2. പിന്നെ നേരെ ഇങ്ങോട്ട് ഇടത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 3 എഴുതേണ്ടത്. പിന്നെ വരേണ്ടത് മേലെ പോയി കഴിഞ്ഞാൽ 9 വരിക. പിന്നെ ഏറ്റവും നടുക്കെ 5 എന്നുള്ള അക്ഷരമാണ് വരിക. പിന്നെ ഈ വലത്തെ സൈഡിലായിട്ട് 6 എന്നുള്ള അക്ഷരം വരിക. പിന്നെ ഈ കള്ളികളിലാണ് അക്ഷരം വിന്യസിപ്പിക്കേണ്ടത്, ഈ ചെറിയ 4 കള്ളികളിൽ. അത് ഇവിടെ നിന്ന് ആദ്യം 7 എഴുതുക, രണ്ടാമത് 1 എഴുതുക, മൂന്നാമതായിട്ട് 4 എഴുതുക, നാലാമതായിട്ട് 8 എഴുതുക. അപ്പൊ ഇത്രയാണ് ഇതിൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് കള്ളി കണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം ഇത് വരച്ച് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം ഇത് ഒരു പേപ്പറും അതുപോലെ ഒരു പെന്നും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു കള്ളി വരയ്ക്കുക. ഇങ്ങനെ ഒരു കള്ളി വരച്ചു കഴിഞ്ഞ് നേരെ 2 വരകൾ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ മേൽഭാഗത്തായിട്ട് 1 വര, വീണ്ടും 1 വരയും കൂടി, അങ്ങനെ 2 വര. അടിഭാഗത്ത് 1 വര. പിന്നെ ഒരു വലിയ കള്ളി നടുക്കലുണ്ടാവും. ആ കള്ളിയിൽ 4 കള്ളികളാക്കുക. 1 വര മേൽപോട്ടും 1 വര നേരെ നടുക്കായിട്ട്, അതായത് പടിഞ്ഞാറ് കിഴക്ക് 1 വര, തെക്ക് വടക്കോട്ട് 1 വര, നേർരേഖയിൽ. അങ്ങനെ ഈ വര ഇവിടെ 4 കള്ളി വരും. അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് 1, 2, 3, 4, 5, 6 കള്ളി വരും. ഇവിടെ അടിയിൽ 3 കള്ളി വരും. അടിയിൽ 3 കള്ളി, 1, 2, 3 കള്ളി. നടുക്കല് 1, 2, 3, 4 കള്ളി. മേലെ 1, 2, 3, 4, 5, 6 കള്ളി വരും. അങ്ങനെ ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതിൽ അടിയിലത്തെ 1-ാം കള്ളിയിൽ 2 എഴുതുക, ഇടത്തോട് സൈഡിൽ അടിഭാഗത്ത് 3 എഴുതുക. മേൽഭാഗത്തേക്ക് പോയാൽ ആദ്യത്തെ കള്ളിയിൽ 9 എഴുതുക, മേലത്തെ കള്ളിയിൽ 5 എഴുതുക, വലത്തെ സൈഡിലെ കള്ളിയിൽ 6 എഴുതുക. പിന്നെ നടുക്കുള്ള കള്ളിയിൽ 7 എഴുതുക, അടിയിൽ 7 എഴുതുക, മേലെ 1 എഴുതുക, മേലെ 4 എഴുതുക റൈറ്റ് സൈഡിൽ, കീഴെ 8 എഴുതുക. ഇത്രയേ വേണ്ടുള്ളൂ. ഇത്രയായ അക്കപടമായി നമ്മുടെ. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അക്കപടമായി. അതിൽ എഴുതേണ്ട അക്ഷരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അക്കപടം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി, നേരെ മടക്കി, ഇങ്ങനെ മടക്കി 4 ഇങ്ങനെ മടക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇത് നമ്മുടെ പേഴ്സിൽ വെക്കുക. സ്ത്രീകളാണെങ്കിൽ ബാഗിൽ വെക്കാം, പേഴ്സിൽ വെക്കാം. പുരുഷന്മാർക്കും വെക്കാം. ആർക്കാണെങ്കിലും പേഴ്സിൽ വെച്ചാൽ മതി. പോക്കറ്റിൽ വെച്ചാൽ പോവത്. അതുകൊണ്ട് പേഴ്സിൽ വെക്കുക. ഇത് ധനത്തെ ആകർഷിക്കും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും 41 ദിവസം സൂക്ഷിച്ചു വെക്കുക. നനഞ്ഞ് നാശാവാതെ സൂക്ഷിച്ചു വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം വരട്ടെ. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും അടിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, പുതിയൊരു അറിവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.